നോക്കണ്ട, മെഷീൻ ഷിഫ്റ്റ് ചെയ്യാണ്. ഇന്ന് നമ്മുടെ കമ്പനിയിൽ മെഷീൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകത്ത് വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയത് ചക്രത്തിൻ്റെ കണ്ടുപിടുത്താണെന്ന്. ഗതാഗതത്തിലായാലും അതേപോലെ തന്നെ കൃഷീൻ്റെ വികസനത്തിലായാലും വ്യവസായത്തിലായാലും ആധുനിക ലോകത്തായാലും വലിയൊരു മാറ്റം തന്നെയാണ് ചക്രം ഉണ്ടാക്കിയതെന്ന്. നമ്മുടെ വലിയൊരു മെഷീനായിരുന്നു കേട്ടോ. വലിയൊരു മെഷീൻ മാറ്റാൻ കുറേ ആൾക്കാരുണ്ടായിട്ട് കാര്യമില്ല, പക്ഷേ ചെറിയൊരു മെഷീൻ വേണമായിരുന്നു. അപ്പോൾ ട്രോളി എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ട്രോളി കൊണ്ടുവന്നു. ഇതാണ് കേട്ടോ മെഷീൻ. നിങ്ങൾ കാണുന്ന മെഷീനാണ് നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാനുള്ളത്. നമ്മളെ കമ്പനീൻ്റെ എക്സ്പാൻഷൻ വേണ്ടിയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാണ്. അതിനിടയിൽ കാണുന്നില്ല ഒരു ചെറിയൊരു ട്രോളി, ആ ഒരു 4 ചക്രത്തിനുള്ളൊരു സാധനമാണത്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ പിടിച്ചു, പക്ഷെ അവർക്കത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു എന്താ പറയുക, ആ ഒരു ട്രോളി കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താക്കി, ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യേണ്ട, വേറെ ആളെ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പുതിയ മെഷീൻ ഉണ്ടായിരുന്നു. പുതിയ മെഷീൻ ആ സൈഡിൽ നിന്ന് നമ്മുടെ കമ്പനീൻ്റെ ആളെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ പുതിയ ചക്രമായിട്ട് 2ാമത്തെ ടീം എത്തി. ഇവർ കുറേ ആളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആകെ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ട്രോളിയും പിന്നെ വേറൊരു കുഞ്ഞു സാധനം, താണ്ട ഈ കാണുന്ന സാധനമില്ലേ, ഈ സാധനം മാത്രമേ ഇവർ എടുത്തുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു എന്താ പറയുക, നേക്ക് കൊണ്ടുള്ള ഒരു പരിപാടിയാണിത്. കുറേ ശക്തി ഉണ്ടായിട്ടും അതേപോലെ തന്നെ കുറേ എക്യുപ്മെൻറ്റ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഒരു നേക്കിൽ വേണം ഇങ്ങനെയുള്ള മെഷീനറികൾ തള്ളാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല, നൈസായിട്ട് നമ്മൾ മെഷീനറി അവിടെ നിന്ന് ചേഞ്ച് ചെയ്തു. ഞാൻ ആളുടെ നമ്പർ വേണമെങ്കിൽ തരാം. അത്രയും ഒരു എന്താ പറയുക, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ജസ്റ്റ് ഒരു നേക്ക് കൊണ്ട് മെഷീനറി മെല്ലെ തള്ളി അങ്ങോട്ട് മാറ്റി. എന്തായാലും ഒരു വലിയൊരു ടെൻഷൻ ഇന്ന് ഒഴിവായി. നമ്മുടെ കമ്പനിയിലെ പുതിയ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാം.